സീറ്റ് എടുക്കാതെ ഇന്നും ഇന്നും അതിനെ നമ്മള് ഒരു നിസ്സാരമായിട്ട് കണ്ട് നമ്മളെ വീടുകളിൽ വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥ പല സ്ഥലങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. കാരണം പലർക്കും അറിയില്ല അതിന്റെ ഉപയോഗം എന്താണ്, അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത്. അത് നമ്മുടെ തന്നെ കുഴപ്പമാണ്. നമ്മൾ കൃത്യമായ രീതിയിൽ അത് എത്തേണ്ട ആളുകളിലേക്ക് എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഫാക്ട്. സ്ക്രീൻ കാണാനല്ലേ? ഓക്കെ സർ. സർ യെസ്, പോർട്ടബിൾ മാജിക് ഡിവൈസ്. ഈ പോർട്ടബിൾ മാജിക് ഡിവൈസ് ഞാൻ ചൈന സന്ദർശിച്ചപ്പോൾ നമ്മുടെ ഫാക്ടറി വിസിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ ഏറ്റവും കൂടുതൽ 24/7 മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. ഇതിന്റെ ഡിഫറെന്റ് മോഡൽസ് ഉണ്ട്. പല രാജ്യങ്ങളിൽ പല വേർഷനിലാണ് ഇത് റിലീസ് ചെയ്തിരിക്കുന്ന കമ്പനി. അപ്പം അത്രയും ഡിമാൻഡ് ആയിട്ടുള്ള, അത്രയും യൂണിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. അതുപോലെ നമുക്കറിയാം, കഴിഞ്ഞ ഡിസംബറിൽ ഇതിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന് ഗോൾഡൻ ടെക്നോളജി അവാർഡ് വരെ കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ നമ്മൾ വിചാരിക്കും ഫോഗോവേ എന്ന് പറയുന്ന കമ്പനി മറ്റുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നതിന്റെ ഒരു റീസൺ ഇതാണ്, യൂണിക് ആയിട്ടുള്ള പ്രോഡക്ട്സ്. ആ പ്രൊഡക്ഷനുള്ള ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ക്വാളിറ്റി, അവർ അതിനുപയോഗിക്കുന്ന സയൻസ്, ഇതൊക്കെ ഭയങ്കര എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന്റെ ഒരു യൂസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അളവിലുള്ള ഒരു ബെനിഫിറ്റ് ആണ് ഈ ഒരു ഡിവൈസ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ പലപ്പോഴും പുകയുടെ പ്രോഡക്റ്റുകൾ ഒരു എന്താ പറയാ, രോഗം നിർവ്വഹണത്തിന് അല്ലെങ്കിൽ രോഗം മാറ്റാനായിട്ട് അല്ലെങ്കിൽ അസുഖം വന്നവർക്ക് മാത്രം ആണെന്നുള്ളൊരു വിചാരം നമുക്കുണ്ട്. ഒരിക്കലും അതല്ല. നമ്മളുള്ളത് തീർച്ചയായിട്ടും എന്താ പറയാ, ഒരു വെൽനെസ് ഇൻഡസ്ട്രിയിലാണ്, ഇൽനെസ് ഇൻഡസ്ട്രിയിലല്ല. ഇന്ന് പല ആളുകളുടെയും പ്രശ്നം നമ്മൾ രോഗമുള്ള ആളുകൾക്ക് മാത്രം നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇത് രോഗം വരാതിരിക്കാൻ അല്ലെങ്കിൽ പ്രിവെന്റീവ് ഹെൽത്ത് കെയറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൃത്യമായ ബോധ്യമുണ്ടാവണം. അപ്പോൾ നാളെ നമ്മൾ പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ഡിവൈസുകൾ, നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം കൃത്യമായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാലം ആരോഗ്യപരമായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ജീവിത ശൈലിയാണ് ഇന്നിവിടെ കാണിച്ചിരിക്കുന്നത്. പ്രായമുള്ള ആളുകൾ തൊട്ട് കൊച്ചു കുട്ടികൾ വരെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ സ്ട്രെസ്, അല്ലെങ്കിൽ മറ്റുള്ള അസ്വസ്ഥതകൾ, പ്രഷർ, വർക്ക് പ്രഷർ ആയിരിക്കാം, മരുന്നുകളുടെ ബുദ്ധിമുട്ടായിരിക്കാം, ജോയിന്റ് പെയിൻസ് ആയിരിക്കാം, വർക്ക് പ്രഷർ, വീട്ടിലെ പ്രശ്നങ്ങൾ, കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ മുതിർന്നവർക്കായിരിക്കും പ്രശ്നം, കുട്ടികൾക്ക് പ്രശ്നം. ഏറ്റവും കൂടുതൽ ഇന്ന് സ്ട്രെസ്സും പ്രഷറും ഒക്കെ അനുഭവിക്കുന്നത് കുട്ടികളാണ്, അതായത് സ്കൂൾ കുട്ടികൾ തൊട്ടുള്ള ആളുകൾ. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, മോഡേൺ പീപ്പിൾ ഹാവ് എ ഫാസ്റ്റ് ടെമ്പോ ലൈഫ്. അതായത് ജീവിതം ഒരു വളരെ തിരക്കിട്ട ജീവിതത്തിന്റെ ഇടയ്ക്ക് അവരുടെ ആരോഗ്യനില വളരെ വേരിയേഷൻ സംഭവിക്കുകയാണ്. ഹെൽത്ത് പ്രോബ്ലംസ്, അതായത് ഒരുപാട് കാറ്റഗറി ആളുകൾ, മെജോറിറ്റി ഓഫ് പീപ്പിൾ ഉള്ളത് ഇന്നത്തെ അവസ്ഥയിലുള്ളത് സബ് ഹെൽത്തി കാറ്റഗറിയിലാണ്. എന്താണ് സബ് ഹെൽത്തി? സബ് ഹെൽത്തി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് 3 തരം ആളുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. 1 ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ, 2 പേഷ്യന്റ് ആയിട്ടുള്ള ആളുകൾ, 3 സബ് ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ. അതായത് ഈ ലോക എന്താ പറയാ, ശരാശരിയില്, അതായത് ജനസംഖ്യയുടെ ശരാശരിയില് 75% ആളുകൾ, 10% ആളുകൾ മാത്രമാണ് ഹെൽത്തി ആയിട്ടുള്ള ആളുകളുള്ളൂ. നമുക്ക് 10% ആളുകളാണ് ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ, 100% ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ. 15% ആളുകൾ പേഷ്യൻസ് ആണ്. പേഷ്യൻസ് ആണ് രോഗികൾ. രോഗികൾ എന്ന് ഉദ്ദേശിക്കുന്നത് ബെഡ് റിഡൻ ആയിട്ടുള്ള ആളുകൾ. അവര് ഏതെങ്കിലും ഒരു വിധത്തിൽ ഹോസ്പിറ്റലിനെയോ മരുന്നിനെയോ അല്ലെങ്കിൽ വീട്ടിലായാലും ഹോസ്പിറ്റലായാലും കിടപ്പ് രോഗികളെയാണ് പേഷ്യന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10% ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ, അവർക്ക് യാതൊരുവിധ അസുഖം ഉണ്ടാകത്തില്ല, അവർക്ക് മെഡിസിന്റെ യാതൊരു സപ്പോർട്ടും ആവശ്യമില്ലാത്ത ആളുകൾ 10% മാത്രമാണുള്ളത്. 15% പേഷ്യൻസ്, തീരെ അസുഖമുള്ള ആളുകളും ആണ്. ലോക ജനസംഖ്യയുടെ ശരാശരിയാണ് ഈ സർവേ പറയുന്നത്. ബാക്കി 78% ആളുകളുള്ളത് സബ് ഹെൽത്തി കാറ്റഗറിയിലാണ്. എന്താണ് സബ് ഹെൽത്തി എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു രീതിയിൽ അവർക്ക്
പ്രശ്നങ്ങൾ ഉണ്ടാവും. ഏതെങ്കിലും ഒരു മരുന്നിന്റെ സപ്പോർട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, ഒരു BP ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധാരണ കണ്ടുവരുന്ന പ്രശ്നങ്ങളുള്ള ആളുകളാണ് 75% ആളുകൾ. അപ്പൊ ഈ 75%ഉള്ള സബ് ഹെൽത്തി ആളുകളുടെ യാത്ര എങ്ങോട്ടാണെന്ന് എന്നോട് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും, നമ്മൾ പേഷ്യന്റ് ആവാനുള്ള തിരക്കിട്ട ഓട്ടത്തിലാണ്. അല്ലാണ്ട് നമ്മൾ ഹെൽത്തി ആവാനായിട്ടല്ല നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെ നമ്മൾ നാളെ വലിയൊരു അസുഖത്തിൽ ബാധിക്കും. നമ്മൾ ഇന്ന് സംസാരം തന്നെ നന്നായിട്ട് സമ്പാദിക്കുക, നാളെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പൈസ ഇല്ല എന്നുള്ള രീതിയിലാണ് സമ്പാദിക്കുന്നത് പോലും നാളെ ഹോസ്പിറ്റലുകളിൽ കൊടുക്കാനായിട്ട് എന്നുള്ള മൈൻഡ് സെറ്റിലാണ് നമ്മൾ വളർന്നത്. അപ്പൊ ഇവിടെ സബ് ഹെൽത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ്, നമ്മൾ നാളെ പേഷ്യൻസ് ആകാനുള്ള അല്ലെ രോഗിയാകാനുള്ള യാത്രയിലാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ നിങ്ങൾ എന്ന് രോഗി ആകണം എന്നുള്ളത്, എപ്പോൾ രോഗി ആകണം എന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം. നമ്മൾ ഇതുപോലത്തെ കോൺസെപ്റ്റുകൾ, ഇതുപോലത്തെ മെത്തേഡുകൾ, ഇതുപോലത്തെ എക്യുപ്മെന്റ്സുകൾ, പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കാലം നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അതായത് മരണം വരെ ആരോഗ്യവാനായിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എന്റെ സത്യം. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന TCMൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ചില മെത്തേഡ്സ് ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. മസാജസ്, ചൈനീസ് മസാജ്, അക്യുപ്രഷർ, അക്യുപഞ്ചർ, ഹൈപ്പർതെറാമിയ, സ്ക്രാപ്പിംഗ്, കപ്പിംഗ്, ഇങ്ങനെയുള്ള പല ടെക്നിക്സുകളും ഇങ്ങനെ നമ്മളെ ഹെൽത്തി ആയിട്ട് വെക്കാനായിട്ട്, നമ്മുടെ ബോഡീനെ പല രീതിയിൽ ഡീടോക്സിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ആയിട്ട് TCMൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ്. ഓക്കെ, സോ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ശരീരത്തിലുണ്ടാകുന്ന ഡിസ്കംഫർട്ട്സ് അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളെല്ലാം റിലീസ് ചെയ്ത് നമ്മൾ കൂടുതൽ കാലം ആരോഗ്യവാനായിട്ട് നിർത്താനായിട്ട് സാധിക്കുന്നു. അപ്പൊ ഇത് ഒരിക്കലും രോഗികൾ മാത്രം ചെയ്യുന്ന ഒരു പ്രവൃത്തികളല്ല, പ്രക്രിയകളല്ല. ഇത് ഹെൽത്തി ആയിട്ടുള്ള ആളുകൾ നമ്മൾ എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊക്കെ ചെയ്യാനായിട്ട് ആവശ്യമുള്ള എക്യുപ്മെന്റ്സുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്ന് ബയോ ഇലക്ട്രിക്കൽ ഡിവൈസ് എന്ന് പറയും. അതായത് നമ്മൾ ബയോ ഇലക്ട്രിക്കൽ ഡിവൈസ് നമുക്ക് കാണാൻ സാധിക്കുക ഫിസിയോതെറാപ്പി സെന്ററുകളാണ്, അല്ലെങ്കിൽ അതിന് സ്പെഷ്യൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ വേണം അത് ഉപയോഗിക്കാനായിട്ട്. രണ്ടാമത്തെ ലേസർ ഡിവൈസ് ആണ്. ലേസർ ഡിവൈസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൊരു ഒരു ലേസർ വയറും ഒരു ഡിവൈസും കൂടെ, ഇത് നിങ്ങൾക്ക് ഹോസ്പിറ്റലുകളിൽ കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ലേസർ തെറാപ്പി സെന്ററുകളിൽ ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്തൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നെഗറ്റീവ് പ്രഷർ ഡിവൈസ്, കപ്പിംഗ് തെറാപ്പി ഒക്കെ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് റൈറ്റ് സൈഡിൽ മേലെ കാണുന്നത്. സോ ആ ഡിവൈസും നിങ്ങൾക്ക് ആ തെറാപ്പികൾ ചെയ്യുന്ന സെന്ററുകളിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഹീറ്റിംഗ് ഡിവൈസ്, ഹീറ്റ് തെറാപ്പി ചെയ്യുന്ന ഡിവൈസ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഈ 4 ഡിവൈസുകൾ ഉപയോഗിച്ച് നമുക്ക് വിവിധ തരത്തിലുള്ള തെറാപ്പികൾ അല്ലെങ്കിൽ ബെനിഫിറ്റുകൾ നമ്മുടെ ശരീരത്തിന് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓരോ ഡിവൈസും വളരെ എക്സ്പെൻസീവ് ആണ്. ഓരോ ഡിവൈസും 1 ലക്ഷം 2 ലക്ഷം ഒക്കെ വിലയുണ്ട്. ഇത് ഫിക്സ് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്പേസ് വേണം. അതുപോലെ ഒരു സെന്റർ പോലത്തെ സ്ഥലങ്ങളിൽ ഇതിൽ ഉപയോഗിക്കാൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ മാത്രമാണ്, സിംഗിൾ ഫംഗ്ഷൻ അവൈലബിലിറ്റി ആണുള്ളത്. ഈ ഹീറ്റ് തെറാപ്പിയുടെ മെഷീൻ ആണെങ്കിൽ അവിടെ ഹീറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ബയോ ഇലക്ട്രിക്കൽ ഡിവൈസ് ആണെങ്കിൽ അത് ബയോ ഇലക്ട്രിക് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള സിംഗിൾ ഫംഗ്ഷൻസ് ഡിവൈസ് ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ 4 ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാലം ഹെൽത്തി ആയിട്ടിരിക്കും, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു ഹോസ്പിറ്റലിന്റെ സപ്പോർട്ടില്ലാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്ന് വിചാരിക്കാം. അപ്പൊ ഈ 4 ഡിവൈസ് മേടിക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു 4 to 5 lakhs rupees ആവും. അതിനുവേണ്ട സ്പേസ് വേണം, അതിനുവേണ്ട ട്രെയിനിങ്സ് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇതാണ് ഒരു നിലവിലുള്ള പ്രശ്നം. ഇവിടെയാണ് പോഹോവെ നമ്മുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ ഒരു ടെക്നോളജി ഉപയോഗിച്ച് പോർട്ടബിൾ മാജിക് ഡിവൈസ് എന്ന് പറഞ്ഞ ഈ ബ്യൂട്ടിഫുൾ ഒരു വണ്ടർഫുൾ മാജിക്കൽ ഡിവൈസിനെ നമുക്ക് കമ്പനി തന്നിട്ടുള്ളത്. സോ നമ്മൾ നേരത്തെ കണ്ട സ്ലൈഡിലുള്ള ആ 4 ഡിവൈസ് ചെയ്യുന്ന പണി ഈ ഒരൊറ്റ ഡിവൈസ് ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ ഇതിന് നമ്മൾ നിസ്സാരണക്കായിട്ട് കാണരുത്. ചില ആളുകൾ വിചാരമുണ്ട് നോർമലായിട്ട് നെറ്റ്വർക്ക് കമ്പനീസ് ചെയ്യുന്ന പോലെ ഏതോ ഒരു പ്രോഡക്റ്റ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് ചെയ്യാനായിട്ട് കമ്പനി മാനുഫാക്ചർ ചെയ്ത് തന്നതാണെന്നുള്ള ധാരണ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മാറ്റുക. കാരണം ഈ ഡിവൈസിന്റെ മഹത്വം, ഇതിന്റെ ബെനിഫിറ്റ് അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ഇന്ത്യയിലുണ്ട്.
നമുക്കറിയാം ഈ അനേകം തെറാപ്പിസ്റ്റുകൾ തെറാപ്പി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. ഇന്ന് ഇതുവരെ നിലവിൽ ഉപയോഗിക്കാത്ത ആളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇന്ന് ബോക്സ് ഓപ്പൺ ചെയ്യുക, നിങ്ങൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങുക. കാരണം അതിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാകും. സാർ എനിക്ക് മുട്ടുവേദനയില്ലല്ലോ, എനിക്ക് നടുവേദനയില്ലല്ലോ, എനിക്ക് പ്രശ്നമില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. നിങ്ങൾക്ക് പ്രശ്നം വരാതിരിക്കാൻ ഇത് ഏറ്റവും ബെസ്റ്റ് ആണ്. ചുമ്മാ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഇതിന്റെ ലേസർ എടുത്ത് നിങ്ങൾ ENT ഉപയോഗിക്കുക. അങ്ങനെ ഓരോരോ ഫംഗ്ഷൻസും എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് അടുത്തടുത്ത സ്ലൈഡിൽ മനസ്സിലാവും. നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പ്രോഡക്റ്റിന്റെ ഒരു റിവ്യൂ ആണ്. ഈ പ്രോഡക്റ്റ് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ബേസ് ആണ് ഇത് ചെയ്തിരിക്കുന്നത്. മോഡേൺ സയൻസ് അല്ലെങ്കിൽ ഹൈടെക് ബയോടെക്നോളജി ഉപയോഗിച്ച് ടെൻസ് ഫംഗ്ഷൻ, ലേസർ ഫംഗ്ഷൻ, വാക്യൂം ഫംഗ്ഷൻ, ഹീറ്റ് ഫംഗ്ഷൻ എന്ന 4 ഫംഗ്ഷൻസ് ആണ് ഈ ഒരു ഡിവൈസിൽ നിന്ന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക. ഇതിന്റെ ബേസിക് ഇൻഫർമേഷൻ, ടെൻസ് ഫംഗ്ഷൻ അഡ്ജസ്റ്റ് ഗിയർ 1 മുതൽ 30 വരെ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ഗിയർ സിസ്റ്റമാണ് ടെൻസ് ഫംഗ്ഷൻ ഉള്ളത്. ലേസർ ഫംഗ്ഷന് കണ്ടിന്യൂസ് മോഡും പൾസ് മോഡും എന്ന് പറയുന്ന 2 മോഡലാണ് വർക്ക് ചെയ്യുക. ഏറ്റവും ബോട്ടമിലുള്ളത് ചാർജിങ് ബേസ് ആണ്. ചാർജിങ് അതിന്റെ ഒരു സ്റ്റാൻഡാണ് അത് വെക്കേണ്ട. ചാർജിങ് ബേസ് എന്ന് പറയും. എപ്പോഴും അതിലേ അത് വെക്കാവുള്ളൂ. വാക്യൂം ഫംഗ്ഷൻ നിങ്ങൾക്ക് 5 വരെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഹീറ്റ് ഫംഗ്ഷൻ 1 മുതൽ 5 വരെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സെൻട്രലായിട്ട് ഒരു പവർ ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ, ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ഓഫ് ആവുന്നതുമാണ്. ഇനി ഇതിനകത്ത് വരുന്ന അക്സസറീസ് നോക്കി കഴിഞ്ഞാൽ ഇൻസുലേറ്റിംഗ് ഗ്ലൗസ് വരുന്നുണ്ട്, കണ്ടക്റ്റീവ് ഗ്ലൗസ് വരുന്നുണ്ട്, അതുപോലെ ഇലക്ട്രോഡ് പാഡ്സ് എന്ന് പറയും. അതായത് നമ്മുടെ തെറാപ്പിക്ക് ഉപയോഗിക്കുന്ന 2 പാച്ചസ് ഒരു വയറും വരും. ലേസർ കണക്ഷനുള്ള ലേസർ ഫംഗ്ഷനുള്ള പെണ്ണ് വരും. പ്രീമിയം ചാർജർ വരും. ഇത്രയാണ് അക്സസറീസ് ഇതിൽ വരിക. ഇനി ഇതിന്റെ ഫംഗ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ കണ്ട 4 ഡിവൈസും ഈ ഒറ്റൊരു ഡിവൈസിൽ നിന്ന് നമുക്ക് ഫംഗ്ഷൻ ആക്കാൻ പറ്റും. അതായത് ബയോ ഇലക്ട്രിക്കൽ ഡിവൈസ് നമ്മുടെ ടെൻസ് ഫംഗ്ഷൻ അതിനെ റീപ്ലേസ് ചെയ്യും. വാക്യൂം ഫംഗ്ഷൻ നെഗറ്റീവ് പ്രഷർ ഡിവൈസിനെ റീപ്ലേസ് ചെയ്യും. ലേസർ ഫംഗ്ഷൻ ലേസർ ഡിവൈസിനെ റീപ്ലേസ് ചെയ്യും. ഹീറ്റ് ഫംഗ്ഷൻ ഹീറ്റ് ഡിവൈസിനെ റീപ്ലേസ് ചെയ്യും. ഇനി ടെൻസ് ഫംഗ്ഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇതിന്റെ ഫുൾ നെയിം ട്രാൻസ്ക്യൂട്ടൻ EOS ഇലക്ട്രിക്കൽ നെർവസ് സ്റ്റിമുലേറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ ബയോ ഇലക്ട്രിക്കൽ ഇംബിബിയേഷൻ മെസ്സേജ് ടെക്നോളജിയാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ലോ ഇന്റൻസിറ്റി കറണ്ട്, LIC എന്ന് പറയും. ഈ ലോ ഇന്റൻസിറ്റി കറണ്ട് ബോഡിയിലേക്ക് പോവുകയും ബോഡിയിൽ ഉണ്ടായിരുന്ന ബ്ലോക്കേജസിനെ, ഡിസ്കംഫോർട്സിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുക. അത് ബ്ലഡ് വെസൽസിനെ, മസിൽസിനെ, ന്യൂറോൺസിനെ തുടങ്ങിയവയെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് TCM അല്ലെങ്കിൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ഹ്യൂമൻ ബോഡിനെ റിപ്പയർ ചെയ്യുന്ന വിധം എന്ന് പറഞ്ഞാൽ മെറിഡിയൻ ചാനൽസിനെയും സർക്കുലേറ്ററി സിസ്റ്റത്തെയും നെർവസ് സിസ്റ്റത്തെയും ബാലൻസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഈ നെർവസ് സിസ്റ്റത്തിലോ നിങ്ങളുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലോ നിങ്ങളുടെ മെറിഡിയൻ ചാനൽസിലോ എന്തെങ്കിലും ഡിസ്കംഫോർട്സ്, ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റിമൂവ് ചെയ്യാനായിട്ടാണ് ഈ ഒരു ടെൻസ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ എല്ലാ രോഗങ്ങളുടെയും എല്ലാ പ്രശ്നങ്ങളുടെയും ബേസിക് റീസൺ ഈ മെറിഡിയൻ ചാനൽസിൽ ഉണ്ടാകുന്ന ഈ എന്താ പറയാ ഈ പിന്നെ LIC, അതായത് ഒരു ബയോ ഇലക്ട്രിക് എനർജി നമ്മുടെ ബോഡിയിലുണ്ട്. അതിന് എവിടെ ബ്ലോക്ക് വന്നാലും അവിടെ നിന്നാണ് നമുക്ക് പ്രോബ്ലത്തിന്റെ റൂട്ട് കോസ് അതാണ്. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്യുപഞ്ചർ, അക്യുപ്രഷർ, ഈ മസാജ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത്, ആ ചാനൽസിനെ കറക്റ്റ് ചെയ്യാനായിട്ട്. ആ ഒരു പണി ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഈ ഡിവൈസ് ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. നിങ്ങൾ തിങ്ക് ചെയ്യുക, നമുക്കൊരു അക്യുപഞ്ചറോ അക്യുപ്രഷർ ചെയ്യണമെങ്കിൽ അതിനായിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള നമുക്ക് അതിന്റെ പോയിന്റുകൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അതിന്റെ ആ നീഡിൽ ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായ പോയിന്റ്സ് അറിഞ്ഞിരിക്കണം. അതിനായിട്ട് നമ്മൾ എത്രയോ വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്കറിയുന്ന നാച്ചുറോപ്പതി സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ധാരാളം ഡോക്ടേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അവരുടെയൊക്കെ വർഷങ്ങളായിട്ടുള്ള തപസ്യ കൊണ്ട് അല്ലെങ്കിൽ ആ കഴിവുകൊണ്ടാണ് അവർ അങ്ങനെ പല തെറാപ്പികളും ചെയ്യുന്നത്. അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റുകൾ, അതായത് മോഡേൺ മെഡിസിന്റെ ആവശ്യമില്ലാതെ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മുടെ ബോഡിയിലെ ബാലൻസ്, എനർജി ബാലൻസ് ചെയ്തുകൊണ്ട് ശരിയാക്കുന്ന പ്രക്രിയയാണ് ഈ നാച്ചുറോപ്പതി എന്ന് പറയുന്നത്. അപ്പം അത് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ ടെക്നിക്ക് നമ്മൾ പഠിച്ചിരിക്കണം. അത് ആവശ്യമില്ലാതെ ഈ ടെക്നോളജി ഉപയോഗിച്ച് സാധാരണക്കാരിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ് ഫോക്കോ ഇവിടെ എടുത്തിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് എവിടെ പ്രശ്നമെന്ന് തോന്നുന്നു അവിടെ നിങ്ങൾ ഈ ടെൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഏരിയയിലെ ആ പ്രശ്നം മാറ്റി നിങ്ങളെ നോർമൽ സ്ഥിതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്.
റിലീവ് ലോക്കൽ ഡിസ്കംഫർട്ട്. അതായത് ലോക്കൽ ഡിസ്കംഫർട്ട് പല രീതിയിൽ നമുക്ക് വരാം. നമ്മുടെ ബ്ലഡ് വെസൽസിലുള്ള പ്രശ്നം വരാം, നെർവസ് സിസ്റ്റത്തിലുള്ളത് വരാം, മെഡിൽ ചാൻസിലുള്ള വരാം. അതിനെ റിലീഫ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ടെൻസ് ഫംഗ്ഷൻ, അപ്പം ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീലിംഗ് അല്ലെങ്കിൽ ബയോ ഇലക്ട്രിക് എനർജി വേരിയേഷൻ വരും. ആ വേരിയേഷൻ വരുന്ന എനർജിയെ ബാലൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതേപോലെ എൻഹാൻസ് സെൽഫ് ഹീലിംഗ് പവർ. നമ്മുടെ ശരീരത്തിന് സെൽഫ് ഹീലിംഗ് പവർ ഉണ്ട്. എന്ത് പ്രശ്നം വന്നാലും ബോഡി ശരീരം തന്നെ അത് റിപ്പയർ ചെയ്യും. സെൽഫ് റിപ്പയർ ചെയ്ത് അത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തും. പക്ഷെ അതിന് എനർജി വേണ്ടത് ഈ മെറിഡിയൻ ചാനൽസിന്റെയും നെർവസ് സിസ്റ്റത്തിന്റെയും സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെയും ഒക്കെ കൃത്യമായ ഫംഗ്ഷനാണ്. അതിന് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഈ ഒരു ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യും. ഹ്യൂമൻ ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ടെൻസ് ഫംഗ്ഷൻ കൊണ്ട് സാധിക്കും. കോസ്മെറ്റോളജി ആൻഡ് ബോഡി ബ്യൂട്ടി, നമ്മുടെ സ്കിന്നിന് അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യവർദ്ധനത്തിനും നമുക്ക് ഈ ടെൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് ബെനിഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഏതൊക്കെ രീതിയിൽ ഒറ്റ ഫംഗ്ഷനോട് നമുക്ക് ബെനിഫിറ്റ് എടുക്കാം എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ ജസ്റ്റ് ആ ഡിവൈസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. കാരണം പല ആളുകളും ഇന്ന് ബോക്സ് ഓപ്പൺ ചെയ്യാത്ത ആളുകളുണ്ട്. ദയവേത് ഇപ്പൊ തന്നെ ഓപ്പൺ ചെയ്യുക, നിങ്ങൾ യൂസ് ചെയ്യാം. കാരണം അത്രയ്ക്കും നിങ്ങൾക്ക് ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് എന്ത് ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിലും അവിടെ നമ്മുടെ മാജിക് ഡിവൈസിന്റെ പാച്ചസ് ഒട്ടിക്കുക, അല്ലെങ്കിൽ മെഷീൻ ഓൺ ചെയ്ത് വെക്കുക, നിങ്ങൾ ടെൻസ് ഫംഗ്ഷൻ ആ ഏരിയകളിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി ഏതൊക്കെ വിധത്തിൽ ടെൻസ് ഫംഗ്ഷൻ ഉപയോഗിക്കാം? ഒന്ന്, നമ്മൾ ഡിവൈസിൽ നിന്ന് നേരിട്ട് നമ്പർ 1 കണ്ടക്റ്റീവ് ഗ്ലൗസ് ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതായത് അതിൽ 2 ഗ്ലൗസ് അതിന്റെ സെറ്റിനോട് ഉണ്ടാവും. അതിലൊരു ഇൻസുലേറ്റർ ഗ്ലൗസ് ഉണ്ടാവും, കണ്ടക്റ്റീവ് ഗ്ലൗസ് ഉണ്ടാവും. ഇൻസുലേറ്റർ ഗ്ലൗസ് ആദ്യം വെയർ ചെയ്യുക, അതിനുശേഷം കണ്ടക്റ്റീവ് ഗ്ലൗസ് ഇടുക. ആ കണ്ടക്റ്റീവ് ഗ്ലൗസ് കൃത്യമായി ഫുൾ നനച്ചതിന് ശേഷം അതിലൊരു വയറുണ്ട്, ആ വയർ കണക്ട് ചെയ്ത് ടെൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോവുക. ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഫ്രീക്വൻസി സെറ്റ് ചെയ്തുകൊണ്ട് മസാജ് ചെയ്യാം. മസാജ് എന്ന് പറഞ്ഞാൽ മസാജ് ചെയ്യുന്ന ആള് ഒരിക്കലും പ്രഷർ ഇടുകയോ അല്ലെങ്കിൽ പോയിന്റ്സ് അറിയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് കൈ മസാജ് ആർക്കാണോ മസാജ് ചെയ്യേണ്ട അവരുടെ ശരീരത്തിലൂടെ വളരെ സോഫ്റ്റ് ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് കൈ മൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ആ LIC ലോ ഇന്റൻസിറ്റി കറണ്ട് അല്ലെങ്കിൽ ബയോ ഇലക്ട്രിക് എനർജി ശരീരത്തിലേക്ക് പോവുകയും എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനെ ക്ലിയർ ചെയ്യുകയും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാം. നമുക്ക് അറിഞ്ഞ് പോയിന്റ്സ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് കൈ ഓടിക്കുക എന്നുള്ള പണി മാത്രം ചെയ്താൽ മതി. ഇനി ഡിവൈസിൽ നിന്ന് നേരിട്ട് ഇത് ചെയ്യാം. അതായത് ഡിവൈസിന്റെ ബോട്ടമിൽ നിങ്ങൾ നേരത്തെ ഈ ഡിവൈസിന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടാവും. ഒരു സ്റ്റീൽ സർഫേസ് ഉണ്ട്. ആ സ്റ്റീൽ സർഫേസിലൂടെ നമുക്ക് ഈ ഒരു എന്താ പറയാ ഇലക്ട്രിക് എനർജി അല്ലെങ്കിൽ ബയോ ഇലക്ട്രിക് എനർജി ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ നമ്മൾ ശരീരത്തിൽ നല്ലപോലെ ഓയിലോ അല്ലെങ്കിൽ ക്രീം, ഏറ്റവും നല്ലത് ബോഡി ലോഷനാണ്. ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത ശേഷം ഡിവൈസിൽ ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് നമ്മൾ ഡിവൈസ് മെല്ലെ മൂവ് ചെയ്യുക. ബോഡിയിൽ എവിടെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അവിടെ ഡിവൈസ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലി തിങ് ഡിവൈസിന്റെ ആ ബോട്ടം കൃത്യമായി നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വളരെ എഫക്റ്റീവായിട്ട് ഈ ടെൻസ് ഫംഗ്ഷൻ ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് സം പർട്ടിക്കുലർ പോയിന്റ്സ്, എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് എന്താ പറയാ ഡിവൈസ് വെക്കാൻ പറ്റില്ല. കാരണം ശരീരത്തിന് മെലിഞ്ഞ ഭാഗങ്ങളുണ്ടാവും, എല്ല് മാത്രമുള്ള ഭാഗങ്ങളുണ്ടാവും. അവിടെ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇലക്ട്രോഡ് പാഡ്സ് അല്ലെങ്കിൽ പാച്ചസ് ഉപയോഗിച്ച് നമുക്ക് ഈ ടെൻസ് ഫംഗ്ഷൻ ബെനിഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഏറ്റവും കൂടുതൽ ഇന്ന് റിലീഫ് നമ്മൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കിട്ടുന്ന ഒരു റിലീഫ് കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ എന്താ പറയാ മുട്ടുവേദന. മുട്ടുവേദന ഇല്ലാത്ത വീടുകളില്ല. നമുക്കറിയാം വളരെയധികം ആളുകൾ പെയിൻ കില്ലർ കഴിച്ചുകൊണ്ട് കാലം കഴിക്കുന്ന ആളുകളുണ്ട്. മുട്ടുവേദന, അതുപോലെ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഫ്രോസൺ ഷോൾഡർ പ്രശ്നം, ഷോൾഡർ പെയിൻ, അതുപോലെ ബാക്ക് പെയിൻ, അധികം ബൈക്ക് ഉപയോഗിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാകുന്ന ബാക്ക് പെയിൻ, അതുപോലെ വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലംസ്, അതുപോലെ ഡിസ്ക് പ്രോബ്ലം, ലംബാർഡ് പ്രോബ്ലം, അങ്ങനെയുള്ള ഒരു അനേകം പ്രോബ്ലംസിന് നമുക്കിത് യൂസ് ചെയ്യാം. ഒന്നുമില്ല, നിങ്ങൾ അത്ര സ്പെഷ്യലിസ്റ്റ് ആവുമോ റോക്കറ്റ് സയൻസ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് എവിടെ പ്രശ്നം തോന്നുന്നോ ആ ഭാഗത്ത് ഇടതും വലതുമായിട്ട് ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിക്കർ ഒട്ടിക്കുക, ഡിവൈസ് ഓൺ ചെയ്യുക, ടെൻസ് ഫംഗ്ഷൻ ഓൺ ചെയ്യുക. അത് 1 to 30 ഉണ്ട്. നിങ്ങൾക്ക് കംഫർട്ട് ഉള്ളവരേക്കും 30 വരേക്കും വേണമെങ്കിൽ വെക്കാം. ഇല്ലെങ്കിൽ 15 10 എത്രയാണെന്ന് വെച്ചാൽ ആ ഫ്രീക്വൻസി സെറ്റ് ചെയ്ത് വിട്ടേക്കുക. ഡിവൈസ് ഏകദേശം ഒരു അരമണിക്കൂറോളം അത് തന്നെ വർക്ക് ചെയ്യും. ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് തന്നെ ഓഫ് ആവും. അത് ഓഫ് ആകുന്നവരെ വിട്ടാൽ നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടും.
ഇങ്ങനെയാണ് ഈ ടെൻസ് ഫംഗ്ഷൻ ഉപയോഗിക്കേണ്ടത്. സോ ഇത് ഫേഷ്യൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഫേഷ്യൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആരും ഫേഷ്യൽ ചെയ്തിട്ടില്ലെങ്കിൽ ദയവേത് ഇന്ന് തന്നെ നമ്മുടെ ഡിവൈസ് ഉപയോഗിച്ച് ഫേഷ്യൽ ചെയ്യുക. എന്നിട്ട് ആ ഫോട്ടോ നിങ്ങൾ ഗ്രൂപ്പുകളിൽ ഇടുക. കാരണം നിങ്ങളുടെ ഹൈസൈറ്റ് ഇമ്പ്രൂവ് ആവും, നിങ്ങളുടെ മൈഗ്രൈൻ ഹെഡേക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ക്ലിയർ ആവും, നിങ്ങൾക്ക് സൈനസ് പ്രോബ്ലം ഉണ്ടെങ്കിൽ ക്ലിയർ ആവും, നിങ്ങളുടെ പല്ലുവേദന ഉണ്ടെങ്കിൽ ക്ലിയർ ആവും, നിങ്ങൾക്ക് ഡബിൾ ചിൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ ക്ലിയർ ആവും, നിങ്ങളുടെ സ്കിൻ ഗ്ലോ വരും. നോക്കൂ, നമുക്ക് പല്ലുവേദനയോ അല്ലെങ്കിൽ സൈനസ് പ്രോബ്ലമോ ഈ ഐസൈറ്റ് പ്രോബ്ലം ഒന്നും നമുക്ക് അറിയില്ല. നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകത, നമ്മുടെ ശരീരം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാക്സിമം അത് ഫൈറ്റ് ചെയ്യും. മാക്സിമം ഫൈറ്റ് ചെയ്ത് വളരെ വസ്റ്റ് കേസായി കഴിയുമ്പോഴാണ് നമുക്ക് അത് രോഗമായിട്ടും അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്ക് അറിയാം. അത് മാക്സിമം ഫൈറ്റ് ചെയ്ത്, നാളെ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ഹീലിംഗ് എബിലിറ്റി ഉപയോഗിച്ച് മാക്സിമം ഫൈറ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ ചെറിയ ചെറിയ സിംറ്റംസ് നമ്മൾ അറിയിക്കാൻ തുടങ്ങും. നമ്മൾ അതൊക്കെ നെഗ്ലക്ട് ചെയ്ത് അവസാനം പിടുത്തം വിട്ട് കഴിയുമ്പോഴാണ് ശരീരം അത് രോഗമാക്കി മാറ്റുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ തെറാപ്പീസ് ഒക്കെ ചെയ്തുകൊണ്ട് വന്നാൽ നമ്മുടെ ബോഡിക്ക് എത്ര സപ്പോർട്ട് കിട്ടും, സെൽഫ് ഹീലിംഗ് എബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അപ്പൊ പ്രശ്നങ്ങൾ വരാതെ നോക്കാനായിട്ട് അതിനുള്ള സപ്പോർട്ട് നമ്മുടെ ശരീരത്തിന്, സെല്ലുകൾക്ക്, കോശങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യുക, നമ്മുടെ സ്കിൻ ഗ്ലോ ആവും. വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇതുകൊണ്ട് ചെയ്യുമ്പോൾ ലേശം ഒരു പ്രിക്കിംഗ് സെൻസേഷൻ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഭയങ്കര റിലാക്സ് ആയിരിക്കും. ഇതേ ഗ്ലൗസ് ഉപയോഗിച്ച് എൻറ്റയർ ബോഡി നിങ്ങൾ മസാജ് ചെയ്യാം. വീട്ടിൽ പ്രായമായ ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൈ, കാലൊക്കെ ഇത് ഉപയോഗിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക. അവർക്ക് വളരെയധികം റിലാക്സ് ആയിരിക്കും. കാരണം അവർക്ക് കുട്ടികളെ പോലെ മൂവ്മെന്റ്സ് ഉണ്ടാവില്ല. പ്രായമായ ആളുകൾക്കല്ല, നമുക്ക് എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാം. കുട്ടികളെ പോലെ ഫാസ്റ്റ് മൂവ്മെന്റ്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബ്ലഡ് സർക്കുലേഷന്റെ മൈക്രോ സർക്കുലേഷൻ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഇത് വളരെ റിലാക്സ് കിട്ടുന്ന ഒരു തെറാപ്പി ആയിരിക്കും. സോ ഇതുപോലെ നിങ്ങൾക്ക് ശരീരത്തിന്റെ പല ഭാഗങ്ങളായിട്ട് യൂസ് ചെയ്യാം. നമുക്കറിയാം, നമ്മുടെ സയാറ്റിക്ക നെർവ് ഒക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള നെർവാണ്. നമ്മുടെ നട്ടെല്ല് മുതൽ കാലിന്റെ പെരുവിരൽ വരെ കൺട്രോൾ ചെയ്യുന്ന ഒരു നെർവാണ് സയാറ്റിക്ക നെർവ്. ധാരാളം ആളുകൾ സയാറ്റിക്ക പ്രോബ്ലം കൊണ്ട് സഫർ ചെയ്യുന്നത് കാണാൻ സാധിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കും നമുക്ക് സയാറ്റിക്ക പ്രോബ്ലം ഇല്ലല്ലോ, നമ്മൾ എന്തിനാ ഇത് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഈ തെറാപ്പികൾ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ വരാനുള്ള സാധ്യതയുള്ള പ്രോബ്ലംസ് വരാതിരിക്കാനായിട്ട്, ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ എന്റെ അഭിപ്രായം, നമ്മളെല്ലാവരും ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഫുൾ തെറാപ്പി ഈ ഡിവൈസ് വെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. വീടുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വിത്തിൻ നമ്മുടെ സർക്കിളുകളിലൊക്കെ ഇത് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ ചെയ്ത് ഇതിന്റെ ബെനിഫിറ്റ് എടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അടുത്താണ് നമ്മുടെ വാക്യൂം ഫംഗ്ഷൻ. According to the theory of traditional Chinese medicine and modern medical technology, directly stimulate subcutaneous tissues, muscles, and nerves through the effect of mechanical or air pressure difference, so as to present various lesions of body surface caused by poor blood circulation and nerve blocks, commonly known as a ഷാ ആൻഡ് കപ്പിംഗ്. അതായത് കപ്പിംഗ് തെറാപ്പിയുടെ ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് കപ്പിംഗ് തെറാപ്പി. ഇന്ന് വളരെയധികം സെലിബ്രിറ്റീസ് ലൈക്ക് വിരാട് കോഹ്ലി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ റെസ്ലിംഗ് സ്റ്റാർ റോക്ക്, അങ്ങനെയുള്ള ആളുകളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കപ്പിംഗ് തെറാപ്പി ചെയ്തതിന്റെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഏകദേശം 1500 വർഷം തൊട്ട് നമ്മുടെ മനുഷ്യരാശി ചെയ്തു വരുന്ന ഒരു മെത്തേഡാണ് ഈ ഒരു വാക്യൂം തെറാപ്പി. നെഗറ്റീവ് പ്രഷർ കൊണ്ട് നമ്മുടെ ശരീരത്തെ ഡീടോക്സിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഇന്റേണൽ ഓർഗാൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതും ഒരു TCM ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ TCM ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും എല്ലാ ഭാഗങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് ത്രൂ ദ നെർവസ് ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം. അപ്പൊ നമ്മുടെ പുറമായിക്കോട്ടെ, നമ്മുടെ കൈ ആയിക്കോട്ടെ, കൈ കാലുകളുടെ അടിയിൽ നമ്മൾ BCMന്റെ ഒക്കെ ട്രെയിനിങ്ങിൽ കേട്ടിട്ടുണ്ടാവും, അക്യുപ്രഷർ പോയിന്റ്സ് എല്ലാ ഓർഗാനും കൈന്റെയും കാലിന്റെയും എൻഡിലാണ്. അതുപോലെ നമ്മുടെ പുറത്ത്, നമ്മുടെ ചെവിയിൽ, നമ്മുടെ എല്ലാ അവയവങ്ങളിലും എല്ലാ ഓർഗാനുമായിട്ട് കണക്റ്റഡ് ആണ്. നിങ്ങൾ ചൈനയിൽ പോയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, അവിടെ നിങ്ങൾ ഏതെങ്കിലും ഇങ്ങനെ ഈ TCM ബേസ്ഡ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തലവേദന ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാക്കിൽ ട്രീറ്റ് ചെയ്തിട്ട് അത് മാറ്റും, നിങ്ങളുടെ ചെവിയിൽ ട്രീറ്റ് ചെയ്തിട്ട് മാറ്റും, നിങ്ങളുടെ വിരലിൽ ട്രീറ്റ് ചെയ്തിട്ട് മാറ്റും. അങ്ങനെ ഏതൊരു ഓർഗാനും മറ്റൊരു അവയവങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. അത് വെച്ച് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ പുറം ഭാഗത്തുള്ള ഓർഗാൻസിന്റെ പോയിന്റ്സിന് സ്റ്റിമുലേറ്റ് ചെയ്ത് വാക്യൂം തെറാപ്പി അല്ലെങ്കിൽ നെഗറ്റീവ് പ്രഷർ ഉപയോഗിച്ച് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുക, ബ്ലഡ് സർക്കുലേഷൻ നോർമൽ ആക്കുക, ഡീടോക്സിഫൈ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്
ഈ വാക്യൂം തെറാപ്പി. സോ മെയിൻ ഓർഗാൻസിന്റെ ഫംഗ്ഷനെ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ബ്ലഡ് സർക്കുലേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നെർവസ് സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആക്സിലേറ്റ് ദ ഡിസ്ചാർജ് ഓഫ് വേസ്റ്റ് ഫ്രം ദ ബോഡി ത്രൂ ദ സർഫേസ്. ഇത് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ എന്താ പറയാ ശരീരത്തിലുള്ള വേസ്റ്റ് റിമൂവ് ചെയ്യപ്പെടും. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൂടെ സക്ക് ചെയ്ത് വെളിയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നോർമൽ കപ്പിംഗ് തെറാപ്പി ചെയ്യുമ്പോൾ ഇത് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് അല്ലെങ്കിൽ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്ത് ബ്ലഡ് പുറത്തേക്ക് എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അത് അതിനുള്ള അത് പെർമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ, സർജിക്കൽ ലൈസൻസ് ഉള്ളവരൊക്കെ ചെയ്യാനാവട്ടെ സാധിക്കുള്ളൂ. പക്ഷെ ഇവിടെ എന്താ ബ്യൂട്ടി എന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക്, ഒരു ഡോക്ടർ അല്ലാത്തൊരു വ്യക്തിക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യും. പടങ്ങളൊന്നും കണ്ട് നിങ്ങൾ പേടിക്കണ്ട, സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നെ ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് കമ്പനി ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വാക്യൂം ഓൺ ചെയ്യുക, നമ്മുടെ ബോഡിയിൽ എവിടെ ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുന്നു അവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റത്തെ പിക്ചറിൽ കാണാൻ സാധിക്കും റെഡിഷ് ആയിട്ടുള്ള മാർക്ക്, അതായത് അത് ടോക്സിൻസ് അകത്തുനിന്ന് വലിച്ചെടുത്ത് പുറത്ത് കളയുന്ന ഒരു സിസ്റ്റമാണത്. നമ്മൾ അതിനുശേഷം ധാരാളം വെള്ളം കുടിക്കുക, ക്ലിയർ ആയിട്ട് അത് ഡീടോക്സിഫൈ ചെയ്ത് ബോഡിയിൽ നിന്ന് വാഷ് ഔട്ട് ആയിട്ട് പോകും. അപ്പൊ എത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ബോഡീനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു എക്യുപ്മെന്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മളിത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഫ്രഷ് ആയിട്ട് ഡീടോക്സിഫൈ ആയിട്ടിരിക്കും. നിങ്ങൾ എത്ര സ്ട്രെസ് ആയിട്ട് വന്നാലും നിങ്ങൾ ആ ഗ്ലൗസ് ഇട്ടൊന്ന് ബോഡി മസാജ് ചെയ്യുക, അല്ലെങ്കിൽ വാക്യൂം തെറാപ്പി ഉണ്ട് നിങ്ങളുടെ പുറത്ത് ചുമ്മാ റാൻഡം ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നിടത്തൊക്കെ നിങ്ങൾ വെച്ചാൽ പോലും ഭയങ്കരമായുള്ള റിലാക്സ് കിട്ടുന്ന ഒരു മെത്തഡാണിത്. സോ ഇത് യൂസ് ചെയ്യുന്ന വിധമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ ഏത് ഭാഗത്തും ഡിസ്കംഫർട്ട് തോന്നുന്നോ അവിടേക്ക് ഇത് യൂസ് ചെയ്യാം. ഇനി ഹീറ്റ് ഫംഗ്ഷൻ. ഈ ഡിവൈസിന്റെ ഹീറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ഓൺ ചെയ്ത് നിങ്ങൾ അതിൽ 5 വരെ അതിന്റെ ഫ്രീക്വൻസി കൂട്ടാം. ആ 5 വരെയുള്ള ഫ്രീക്വൻസി വെച്ച് കഴിഞ്ഞാൽ ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റിൽ ഡിവൈസ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ദ എനർജി റിലീസ്ഡ് ബൈ ഹീറ്റ് ഫംഗ്ഷൻ can penetrate into the subcutaneous tissues, make the atoms and molecules, especially water molecules in the body resonate, promote the temperature rise of the subcutaneous tissues, then accelerate the blood circulation and metabolism of the human body and unblock the microcirculation system. നമ്മുടെ മൈക്രോ സർക്കുലേഷൻ നമുക്കറിയാം, നമ്മൾ കിഴി പിടിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഹീറ്റ് തെറാപ്പി പല രീതിയിൽ നമ്മൾ ആയുർവേദത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ഒരു കിഴി പിടിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പം തൊലിയിലേക്ക് നമ്മൾ കിഴി വെക്കുമ്പോൾ ഒന്നെങ്കിൽ ചൂട് കുറവായിരിക്കും അല്ലെങ്കിൽ ചൂട് കൂടുതലായിരിക്കും. കറക്റ്റ് ആയിട്ട് ആ സ്കിന്നിന് വേണ്ട ചൂട് നമുക്ക് സപ്ലൈ കിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ മാജിക് ഡിവൈസ് ഓരോ സ്കിന്നും സെൻസ് ചെയ്ത് അതിനനുസരിച്ചുള്ള ചൂടാണ് സപ്ലൈ ചെയ്യുക. അപ്പം എസ്പെഷ്യലി പ്രായമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നീർക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ നമുക്കിത് മുട്ടുവേദനിക്കുകയും മറ്റുള്ള എവിടെ നിങ്ങൾക്ക് അൺകംഫർട്ട് ഫീൽ ചെയ്യുന്നു അവിടെ നിങ്ങൾക്ക് ഈ ഹീറ്റ് അപ്ലൈ ചെയ്ത് ഇതിന്റെ ബെനിഫിറ്റ് എടുക്കാവുന്നതാണ്. സോ ഇതൊക്കെ നമുക്ക് ഹീറ്റ് തെറാപ്പി യൂസ് ചെയ്യുന്ന വിധം അതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എഫക്ട് ഓഫ് ഹീറ്റ് ഫംഗ്ഷൻ. ഈ ബ്ലഡ് വെസൽസിനെ ഒന്ന് എന്താ പറയുക റീപ്ലേസ് ചെയ്ത് നമ്മൾ ഈ BCM യൂസ് ചെയ്യുമ്പോൾ ഒരു ഷീയെ കുറിച്ച് പറയാറുണ്ടല്ലോ, പോസിറ്റീവ് എനർജി, അതിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ ഹീറ്റ് ഫംഗ്ഷനോട് സാധിക്കും. അതായത് നമുക്ക് ഈ അടിവയറിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ വയറിന്റെ ഭാഗത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്റ്റൊമക് ബ്ലോട്ടിങ് അങ്ങനെയുള്ള ഇത് ഉണ്ടാവാനുള്ള ബേസിക് കാരണം ഏറ്റവും കൂടുതൽ ശരീരത്തിൽ എന്താ പറയാ ഈ ഡാംനെസ് അല്ലെങ്കിൽ ഈ തണുപ്പ് അനുഭവപ്പെടാനുള്ള സാധ്യത അബ്ഡോമൻ ഏരിയയിലാണ്. അവിടെ നമുക്ക് ഈ ഇടയ്ക്കിടയ്ക്ക് ഹീറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് വളരെയധികം ബെനിഫിറ്റ് ആണ്. അതുപോലെ സെൽസിനെ എൻഹാൻസ് ചെയ്ത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ആക്റ്റീവ് ആക്കി വെക്കാനും സാധിക്കും. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനായിട്ടും ഈ ഒരു ഹീറ്റ് ഫംഗ്ഷൻ കൊണ്ട് നമ്മുടെ ശരീരം സാധിക്കും. അപ്പോൾ ഇത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കാം. ഈ ഹീറ്റ് ഫംഗ്ഷൻ നമ്മൾ ബോഡിയിൽ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതുപോലെ നീ, ബെല്ലി, ബാക്ക്, ഷോൾഡർ, കൈ, കാലുകളിലൊക്കെ നമുക്ക് ഉപയോഗിച്ചതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. ഇനി ലെസർ ഫംഗ്ഷൻ ആണ്. ലെസർ ഫംഗ്ഷൻ ഇത് നാസൽ, അതായത് ENTക്ക് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ENT എന്ന് പറയുന്നത് നമ്മുടെ മൂക്കില്, ചെവിയില്, തൊണ്ടയിൽ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്, ഒരു ഫംഗ്ഷൻ ആണ്. ഇതിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 650 nm ആണ്. 650 നാനോമീറ്റർ ലോ ഇന്റൻസിറ്റി ലേസറാണ്. ഇത് നമ്മുടെ കാപ്പിലിറ്റിയെ ഡ്രഡ്ജ് ചെയ്യും, ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യും. അതായത് ബേസിക്കലി ഞാൻ പറയട്ടെ, ഈ TCMന്റെ ബേസിക് എന്ന് പറയുന്നത് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുക, നെർവസ് സിസ്റ്റത്തെ ആക്റ്റീവ് ചെയ്യുക, മെഡിക്കൽ ചാനൽസ് ആക്റ്റീവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏതൊക്കെ വിധമുള്ള
ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും അതൊക്കെ അവർ ഇൻവെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല ഡിവൈസുകളും നമ്മൾക്ക് ഇന്ന് കാണാൻ സാധിക്കും. പക്ഷെ ഈ ലേസർ ഇന്നത്തെ കാലഘട്ടത്തിൽ മെഡിക്കൽ ഫീൽഡിൽ വളരെയധികം ഉപയോഗിച്ച് വരുന്ന ഒരു മെത്തേഡാണ് ലേസർ. സർജറിക്ക് വരെ ലേസർ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. പക്ഷെ നമ്മുടെ ലേസർ ഒരിക്കലും സർജറിക്ക് ഉപയോഗിക്കുന്നതല്ല, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നതല്ല. ഇത് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ലേസറാണ്. ഇത് ഏതൊരു ബയോളജിക്കൽ ടിഷ്യൂസിനെ ഡാമേജ് ചെയ്യത്തില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലർക്ക് പേടിയുണ്ടാവും, അയ്യോ ലേസർ ഉപയോഗിച്ച് എന്നെ കണ്ണുപോവോ, ലേസർ ഉപയോഗിച്ച് എനിക്ക് എന്ത് പറ്റുമോ, അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ഈ ലേസർ വളരെ സേഫ് ആണ്. 650 നാനോമീറ്റർ ആണ് ഇതിന്റെ ഔട്ട്പുട്ട്. ഇത് ഒരിക്കലും ഒരു ബയോളജിക്കൽ ടിഷ്യൂസിനെ ഡാമേജ് ചെയ്യത്തില്ല. ഇത് ചെയ്യുക, നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്ന ഏരിയയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി അവിടെയുള്ള സെൽസിനെ ആക്റ്റീവ് ആക്കുക. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്ന സെൽസ് ടിഷ്യൂസിലാണ്. അപ്പൊ ഏതൊരു പ്രശ്നത്തിനും കാരണം ഈ സെൽസ് ടിഷ്യൂസിന്റെ ഡാമേജ് ആണ്. ഈ സെൽസ് ടിഷ്യൂസ് ആക്റ്റീവ് ആണെങ്കിൽ അതിലേക്കുള്ള ബയോ ഇലക്ട്രിക് എനർജി പോകണം, അതിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആയിരിക്കണം, അതിലേക്കുള്ള ഫുഡ് സപ്ലൈ, അതിലേക്കുള്ള ന്യൂട്രീഷൻ സപ്ലൈ, ഓക്സിജൻ സപ്ലൈ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. അവിടെ എവിടെ അതിനൊരു പ്രശ്നം വരുന്നു, ആ ഏരിയ ഡാമേജ് ആവും, ആ ഏരിയയിലെ സെൽസ് ടിഷ്യൂസ് ഡെഡ് ആവും, അല്ലെങ്കിൽ അവിടേക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓക്സിജനും വാട്ടറും ന്യൂട്രീഷനും സപ്ലൈ ഇല്ലാതെ വരുമ്പോൾ ആ ഏരിയ ഡാമേജ് ആവും. ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ അതിനെ മുറിച്ചു നീക്കപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ ആക്റ്റീവ് ചെയ്യപ്പെടേണ്ടി വരും. ഈ ആക്റ്റീവ് ചെയ്യാനായിട്ടാണ് നമ്മുടെ സിസ്റ്റം ഉപയോഗിക്കുന്നത്. അതായത് ഈ ലേസർ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ നാസൽ പോയിന്റിലായിക്കോട്ടെ, ചെവിയിലായിക്കോട്ടെ, തൊണ്ടയ്ക്കായിക്കോട്ടെ, ഈ ലേസർ തെറാപ്പി ചെല്ലുമ്പോൾ ആ ഭാഗത്തെ സെൽസ് ആക്റ്റീവ് ആവുകയും ബ്ലഡ് സർക്കുലേഷൻ നോർമൽ സ്ഥിതിയിലേക്ക് വരികയും ചെയ്യുകയാണ്. ഇത് നമ്മൾ എത്രയധികം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മൊബൈൽ ഫോൺ അല്ലെ. ഈ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ കാതിന് വേണ്ടി എന്തെങ്കിലും ഒരു കെയറിങ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പൊ എന്റെ അഭിപ്രായം, നിങ്ങൾ എല്ലാ ദിവസവും ഒരു 10 മിനിറ്റെങ്കിലും ഈ ലേസർ നിങ്ങളുടെ ചെവിയിൽ അപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് ഭാവിയിൽ വരാനുള്ള ചെവിയുടെ പ്രശ്നങ്ങൾ വരാതിരിക്കും. നിങ്ങൾ മൂക്കിൽ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ സൈനസ് പ്രോബ്ലം, നിങ്ങളുടെ നേസൽ റൂട്ടിലുള്ള എന്ത് തടസ്സമുണ്ടെങ്കിലും അതിന് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് എത്രയോ ആളുകൾ സർജറി ചെയ്യാൻ പറഞ്ഞിരുന്ന എന്താ പറയാ സൈനസ് പ്രോബ്ലം നമ്മുടെ ലേസർ ഉപയോഗിച്ച് സർജറി ചെയ്യാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തൈറോയ്ഡ് കൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമ്മുടെ ത്രോട്ടിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് റിലീഫ് കിട്ടുന്നതാണ്. സോ അതുപോലെ ഇത് ഈ ഒരു വിധത്തിലൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഇത് ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഉപയോഗിക്കാം. വെരിക്കോസ് വെയിനുള്ള ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഫൈബ്രോയിഡ്സ്, ചെറിയ ചെറിയ മുഴകളുള്ളടുത്ത് അപ്ലൈ ചെയ്യാം. കാലിൽ ആണി കേടുണ്ടാവുന്നുള്ള ആണി എന്നുള്ള സംഭവം, ഈ ആണി ഉള്ള ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആണി നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് സൂട്ടബിൾ ക്രൗഡ് ആരൊക്കെയെന്ന് വെച്ചാൽ ഹെൽത്ത് ക്ലബ്ബുകൾ, ഫാമിലി, ഇൻഡിവിജ്വൽ യൂസിനാണ്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഭയങ്കര ടെക്നോളജിയാണ്, സംഭവമാണ്. ഇതിപ്പോ ഗംഗാറ സാറിനെ പോലെ ഡോക്ടർ അല്ലെങ്കിൽ ഫസീല മാഡത്തിനെ പോലെ ഡോക്ടേഴ്സാണോ അല്ലെങ്കിൽ വൈദ്യന്മാരാണോ ഉപയോഗിക്കേണ്ടത്? ഒരിക്കലും അല്ല. ഫോഹോവയിലെ ഓരോ പ്രൊഡക്റ്റും വളരെ സിമ്പിൾ ആയിട്ടാണ് ഇത് ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാവരും ഇൻഡിവിജ്വൽ യൂസ് ചെയ്യാനായിട്ടുള്ള രീതിയിലാണ് കമ്പനി ഇതിന്റെ പ്രവർത്തനം ക്രോഡീകരിച്ചിരിക്കുന്നത്. ഒരിക്കലും ഇതുകൊണ്ട് ഒരു സൈഡ് എഫക്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഈ മാജിക് ഡിവൈസിന്റെ ബ്യൂട്ടി. സോ ഇതിന്റെ ശ്രദ്ധിക്കേണ്ടത്, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡിവൈസ് ആണ്. താഴെ വീഴാതെ സൂക്ഷിക്കുക. കൃത്യമായിട്ട് ആ സ്റ്റാൻഡിൽ തന്നെ അത് എപ്പോഴും സൂക്ഷിക്കുക. നിങ്ങൾ സ്റ്റാൻഡിൽ വെച്ച് ചാർജ് ചെയ്യുമ്പോൾ അതിലൊരു ബ്ലൂ ഡിസ്പ്ലേ വരും. ആ ബ്ലൂ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അതൊരു സ്റ്റെറിലൈസിങ് മോഡാണ്. അതായത് ഡിവൈസ് തന്നെ സ്റ്റെറിലൈസ് ആവുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റെൻസ്, ലേസർ, വാക്യൂം, ഹീറ്റ് എന്ന് പറയുന്ന 4 ഫംഗ്ഷനാണ്. 1 മെഷീൻ മൾട്ടിപ്പിൾ പർപ്പസ് ആണ് ഇതിലുള്ളത്. ഇതിന്റെ മറ്റുള്ള ഉപയോഗ രീതികളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ലീഡറെ വിളിക്കുക. നിങ്ങൾക്ക് ധാരണ നിങ്ങൾ തന്നെ ആളെ വിളിച്ചിട്ട് ഇതിന്റെ ഫംഗ്ഷൻസ് എല്ലാം, ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്നല്ല നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അത് നിങ്ങൾ ഇതിനെ ഉപയോഗിച്ച് മാക്സിമം ബെനിഫിറ്റ് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇതൊരു ഏറ്റവും ദി ബെസ്റ്റ് ആൻഡ് ഫേവറേറ്റ് ഡിവൈസ് എന്ന് പറയാം. ഇതിന്റെ മറ്റു ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്രിക്കോഷൻസ് എടുക്കേണ്ടത്, ഡു നോട്ട് യൂസ് ഇൻ ദ ഇൻസ്ട്രുമെന്റ് ഇൻ ഹ്യൂമിഡിറ്റി എൻവയോൺമെന്റ്. നിറഞ്ഞ ഭാഗങ്ങൾ, ഈർപ്പമുള്ള സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ഇത് സ്റ്റെറിലൈസ് ചെയ്യേണ്ടോ വാഷ് ചെയ്യേണ്ടോ ഒന്നും ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് തന്നെ ആവും. നമ്മൾ ജസ്റ്റ് ഒരു ഉണങ്ങിയ തുണി കൊണ്ടോ അല്ലെങ്കിൽ കോട്ടൺ ക്ലോത്ത് കൊണ്ടോ ടിഷ്യൂ പേപ്പർ കൊണ്ടോ ജസ്റ്റ് വൈപ്പ് ചെയ്ത് വെച്ചാൽ മതി. ഈ അതിന്റെ വയറുകൾ, അക്സസറീസിലെ വയറുകൾ
നമുക്കറിയാം ഇന്ന് 5 വർഷമായി ഏകദേശം ഹുവേ ഇത് മാർക്കറ്റിൽ റിലീസ് ചെയ്തിട്ട് 5 വർഷമായിട്ട് വയറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. വയറൊക്കെ സ്കിൻ ഔട്ടായിട്ട് അത് ഇൻസുലേഷൻ അതൊന്നുമല്ല, അത് വളരെ ചെറിയ പൈസ ഉണ്ട്. 100-150 റുപ്യക്ക് നമുക്ക് പുതിയ ഇലക്ട്രോഡ് വയർസ് കിട്ടും. അതൊക്കെ നിങ്ങൾ ടൈമിന് മാറ്റുക. ഡാമേജ് ആയ വയറുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. അതൊക്കെ മെഷീനിന് ഡാമേജ് ആക്കാനോ ഇതാക്കും. ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം ഉപയോഗിക്കാം. ബ്രെയിൻ, ഹാർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഐബോൾസ്, നമ്മുടെ അങ്ങനെയുള്ള ഭാഗങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കാതിരിക്കുക. വെരിക്കോസ് വെയിൻ ഓപ്പൺ ആയിട്ടുള്ള ആളുകൾക്ക് അഡ്വൈസബിൾ അല്ല. പക്ഷെ വെരിക്കോസ് വെയിൻ വളരെയധികം ബ്യൂട്ടിഫുൾ റിസൾട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഓപ്പൺ ആയിട്ട് വെരിക്കോസ് വെയിൻ ഉള്ള ആളുകൾ ഇത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ബ്ലഡ് സർക്കുലേഷൻ കൂടും, ബ്ലീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു അഡ്വൈസറോട് ചെയ്യുക. സ്ത്രീകൾ മെൻസസ് ടൈമിലോ അല്ലെങ്കിൽ പ്രഗ്നൻസി ടൈമിലോ ഇത് ഉപയോഗിക്കുന്നത് അഡ്വൈസബിൾ അല്ല, ഉപയോഗിക്കാൻ പാടില്ല. സ്കിൻ ഡിസോർഡർ അല്ലെങ്കിൽ സോറിയാസിസ് പോലെയൊക്കെയുള്ള സ്കിൻ ഡാമേജസ് പ്രോബ്ലം ഉള്ളവർ ആ ഭാഗങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല. അതുപോലെ ആരെങ്കിലും ഇംപ്ലാന്റ്സ്, റാഡ്, കൈ കാലുകളിലൊക്കെ റാഡ്, അങ്ങനെ ഇലക്ട്രോണിക് ഡിവൈസസ് ലൈക്ക് കാർഡിയാക് പേസ് മേക്കർ ഒക്കെ വെച്ചിരിക്കുന്ന ആളുകൾ ഇത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ഉള്ള സമയത്ത്, അതായത് BP ഉള്ള ആളുകൾ BP ഷൂട്ടപ്പ് ആയി നിൽക്കുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വേദന വന്നു, പക്ഷെ BP ഉണ്ട് അധികം, അപ്പൊ BP ഷൂട്ടപ്പ് ആയി നിൽക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല. അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഇപ്പൊ BP ഉള്ള ആളുകൾ നോർമലായിട്ട് BPക്കുള്ള മരുന്ന് എടുക്കുന്നുണ്ടാവും. BPക്കുള്ള മരുന്ന് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് BP നോർമൽ ആയിരിക്കും, അപ്പൊ അവർക്ക് ഉപയോഗിക്കാം. അതിനർത്ഥം BP ഉള്ളവർ ആരെയും ഉപയോഗിക്കാനേ പാടില്ല എന്നല്ല. BPയും ഷുഗറും ഷൂട്ടപ്പ് ആയി നിൽക്കുമ്പോൾ ശരീരത്തിൽ ഒരു പ്രക്രിയ നമ്മൾ ചെയ്യാൻ പാടില്ല. കാരണം ശരീരം അതിനെ സ്വീകരിക്കാനുള്ള മൂഡിലായിരിക്കില്ല. ഓക്കെ. TB പോലുള്ള അസുഖങ്ങളുള്ളവരും ഇത് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ പനി അല്ലെങ്കിൽ ഹൈ ബ്ലീഡിങ് സിംറ്റംസ് ഉള്ള സമയത്തും ഇത് അവോയ്ഡ് ചെയ്യണം. മൈക്രോ കാർഡിയൽ ഇൻഫ്രാക്ഷൻ ഉള്ള ആളുകൾ, സെറിബ്രൽ പ്രോബ്ലം ഉള്ള ആളുകളൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല. പ്രഗ്നന്റ് വുമൺസ് ഉപയോഗിക്കാൻ പാടില്ല. ഈ ബ്രെയിൻ ട്യൂമർ അങ്ങനെയുള്ള ആളുകൾക്കും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. കാരണം ഈ ബ്രെയിൻ ട്യൂമർക്കുള്ള ആളുകൾക്ക് അവരുടെ സെൽസിന്റെ കപ്പാസിറ്റി വളരെ വീക്ക് ആയിരിക്കും. അപ്പൊ ഈ ബയോഇലക്ട്രിക് എനർജി നമ്മൾ പുറത്ത് സപ്ലൈ ചെയ്യുമ്പോൾ അത് ഇറിറ്റേഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. വെരി ഫ്യൂ പീപ്പിൾ ഹാവ് എ ഒക്കേഷണൽ ഡിസ്കംഫർട്ട് ഡ്യൂറിങ് യൂസിങ്. ഇറ്റ് ഈസ് നോർമൽ റിയാക്ഷൻ. സ്റ്റോപ്പ് യൂസിങ് ക്യാൻ ബി റിസ്റ്റോർഡ്. ചില ആളുകൾക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ ചില ഇറിറ്റേഷൻസ് വരാം. ഉദാഹരണത്തിന് ഫേഷ്യൽ ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഒന്നും തോന്നാറില്ല, നമ്മൾ 1-ലോ 2-ലൊക്കെ വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ ചില ആളുകൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. അപ്പൊ അവരുടെ ബോഡിയുടെ ഒരു കണ്ടീഷനാണ് ഇത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മൾ കുറച്ചു നേരം അവോയ്ഡ് ചെയ്യുക, വേറെ ഓപ്ഷൻ ഇല്ല. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഒരാളെ ഇത് ഡെമോൺസ്ട്രേഷൻ കൊടുക്കുമ്പോൾ അത് ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ ബോഡി കണ്ടീഷൻ നോക്കുക. വേറൊന്നും നമുക്ക് പ്രശ്നമുള്ള കേസല്ല. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ മാജിക് ഡിവൈസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്കറിയില്ല എത്ര പേര് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഉള്ളത്. എന്തായാലും നിങ്ങൾ ഈ ഡിവൈസ് നിങ്ങൾ എല്ലാവരുടെയും കയ്യിലുണ്ടെന്നുള്ള അറിയാം. തീർച്ചയായിട്ടും നിങ്ങൾ ഇന്ന് തന്നെ ഇതിന്റെ ഉപയോഗം വളരെ ശക്തമാക്കണം. എല്ലാവരും ആരോഗ്യപരമായിട്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഒരു ആരോഗ്യപരമായ സമൂഹത്തെ വാർത്തെടുക്കാനായിട്ട് നമ്മളിൽ കൂടെ ഈ ലോകത്തിന് അല്ലെങ്കിൽ ഈ നാടിന് കഴിയട്ടെ. എല്ലാവരും ഒരു ഹെൽത്തി ആയിട്ടിരിക്കുക. ഹാപ്പി സാറ്റർഡേ. നമ്മുടെ വരും ദിവസങ്ങളിലെ വരും ദിവസങ്ങളിലെ ക്ലോസിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം കൂടെ അപ്ഡേറ്റ് കൂടെ ചെയ്തതിനു ശേഷം നമുക്ക് ഇത് സെഷൻ നിർത്താം. കമ്പനിയിൽ നിന്ന് ഒരു അനൗൺസ്മെന്റ് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതായത്